ഗൈസ്, അങ്ങനെ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിട്ട് 1-2 ആൾക്കാരൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ അത് ഭയങ്കര പ്രസക്തമാണ് കേട്ടോ. നിങ്ങൾ കൊടുത്ത പൈസയ്ക്ക് എന്താണ് ഗ്യാരണ്ടി? നിങ്ങളിപ്പോൾ ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്നുണ്ട്, പൈസ തിരിച്ച് കിട്ടുമോ, നിങ്ങളുടെ പൈസ എൻ്റെ പൈസ പേഴ്സണലി തിരിച്ച് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന 1-2 കമൻറ്റുകൾ ഞാൻ കണ്ടു. പിന്നെ അതുകൂടാതെ പേഴ്സണലി എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കൊടുത്ത പൈസ എല്ലാം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കതിനകത്തൊരു കെടുവായിട്ടാണ് എനിക്ക് പൈസ കിട്ടിയത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ബ്രദറിനെ ഞങ്ങൾ കുഞ്ഞുനാളിലെ പോലെ കാണുന്ന ഒരു നമ്മുടെ ചേട്ടൻ പോലെ തന്നെയാണ്, ചേട്ടൻ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരനെ കൊടുത്തുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ അടിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഇതുവരെ വന്നിട്ടില്ല. പുള്ളിക്കാരൻ പക്കയുടെ ഫോളോ അപ്പ് എല്ലാം ചെയ്ത് പൈസ എല്ലാം മേടിച്ച് തരും. ആ ഒരു സംഭവമാണ്. പിന്നെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വേറെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയാവുന്നവർ നിങ്ങളുടെ ആരും ബന്ധുക്കളോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മേടിക്കാം. അതായത് ഏജൻസിക്കൊക്കെ കൊടുത്ത് ഒരുപാട് ആൾക്കാർ വർഷങ്ങളോളം പുറകെ നടക്കുന്നവരെ പേഴ്സണലി എനിക്കറിയാം. നമുക്കറിയാവുന്ന റീസെൻ്റ്ലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ കൊടുത്തിട്ട് ഏകദേശം പൈസ എനിക്കറിയാവുന്ന എൻ്റെ പുള്ളിയുടെ പേര് പറയുന്നത് മോശമായി പോകും. 10-11 ലക്ഷം രൂപ കൊടുത്തിട്ട് പോലും എന്താ പറയുന്നത്, ഒരു മാർഗ്ഗമില്ല. അത് തരുമോ കിട്ടുമോ എന്നറിയ അറിയാത്ത അവസ്ഥ നിൽക്കുന്നതിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ സേഫാണ്. കാരണം ഞാനൊരു ചേട്ടനാണ് പൈസ കൊടുത്തത്. അപ്പം പുള്ളിക്കാരൻ എനിക്ക് പൈസ തിരിച്ചു തന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നിങ്ങളതുപോലക്ക് ഓരോ ഏജൻസി കൊണ്ട് കൊടുക്കാൻ നേരത്ത് നന്നായിട്ട് ആലോചിച്ചിട്ട് കൊടുക്കുക. അത് അത്രയ്ക്ക് ട്രസ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ അതും ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രം ചെയ്യുക. കൈ ലിക്വിഡ് പണിയായിട്ട് ആർക്കും കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ പോലും കൈ കാശ് കൊടുത്താൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. അക്കൗണ്ടിൽ കൂടെ മാത്രം പൈസ കൊടുക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഏജൻസിക്കാർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഒരു ഭാഗ്യപരീക്ഷണം പോലാണ്. നടന്നാൽ അവർക്ക് പൈസ കിട്ടും, നടന്നില്ല അവർക്ക് പൈസ കിട്ടത്തില്ല. പക്ഷേ കൂടുതൽ ആൾക്കാരെ നടക്കാതെ പോകുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ മാറുന്നു, അങ്ങനെയൊക്കെയുള്ള ഓരോ എക്സ്പ്ലനേഷൻ പറയും, ഒരുപാട് ലാഗാവും. പിന്നെ അതുപോലെ VFSൻ്റെയും എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ VFSൻ്റെ പൈസ, പിന്നെ എന്തുവാ കുറേ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണം, കുറേ അങ്ങനെ സംഭവമുണ്ട്. എല്ലാം കൂടെ 50,000 രൂപ 60,000 രൂപ പൊട്ടി. ആ പൈസ നമ്മുടെ ഏജൻസി തിരിച്ചു തരത്തില്ല. പക്ഷേ കുറച്ച് പൈസയൊക്കെ എൻ്റെ ചേട്ടനായതുകൊണ്ട് തന്നെ കുറച്ച് പൈസയൊക്കെ പുള്ളിക്കാരൻ തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ടായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ പൈസ കൊടുത്തുകൊണ്ട് ഞാൻ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. അതുപോലെ നിങ്ങളും ശ്രദ്ധിച്ചും കണ്ടൊക്കെ ഏജൻസിക്ക് പൈസ കൊടുക്കുക, എനിക്കത് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ ചോദിക്കുന്നിടയ്ക്ക് പറയുന്നത് എനിക്ക് പൈസ തിരിച്ചു കിട്ടുന്നത് നല്ല ഉറപ്പാണ്, പൈസ തിരിച്ച് കിട്ടും. അതിനകത്ത് എനിക്ക് 100% ഉറപ്പാണ്. എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച്, ഞാൻ 5 ലക്ഷം രൂപ കൊടുത്തതിനകത്ത് 1.5 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി 3 ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത്, അതും കിട്ടും. ആർക്കിലേക്ക് ഹെൽപ്ഫുൾ ആവുന്നവരാണെന്നുണ്ടെങ്കിൽ ഏജൻസിക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പറയുക, ശ്രദ്ധിച്ചും കണ്ടും കൊടുക്കുക. കാരണം അത് ലിക്വിഡ് മണിയായിട്ട് കൊടുക്കുകയും ചെയ്യരുത്. അത് ഞാൻ 100% ഉറപ്പായിട്ട് ലിക്വിഡ് മണിയായിട്ട് പൈസ കൊടുക്കുകയും ചെയ്യരുത്. നിങ്ങൾക്കും ഇത് ഉറപ്പായിട്ട് ഈ വീഡിയോ ഹെൽപ്ഫുള്ളാവും. നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക.